Dear friends, welcome back to SLS Academy Mission LDC 2020. Mission LDC എന്ന് കേട്ടിട്ട് LDCക്ക് മാത്രമല്ല ബാക്കിയുള്ള എക്സാമുകൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. LDC മാത്രമല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ എക്സാമുകൾക്കും ഉപയോഗിക്കാൻ കഴിയും. ക്ലിയർ? അപ്പോൾ PQ മോക്ക് ടെസ്റ്റ് ആണ് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ്. ഇത് ഇംഗ്ലീഷിൻ്റെ 6ാമത്തെ സെറ്റ് മോക്ക് ടെസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് 2 ജില്ലകളുടെ 40 ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ക്ലിയർ? ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലായി കാണും. ഇവിടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ ഈ കാണുന്ന SLS അക്കാഡമി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യാം. വാട്സപ്പ് നമ്പർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക, അതുവഴി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എക്സാം എഴുതുന്നത് ശ്രദ്ധിക്കാം. ഞാനൊരു ചോദ്യം വായിക്കും, ജസ്റ്റ് ഒരു ടൈം സെക്കൻഡ് ഡിലേ തരും, അതിനുശേഷം ഉത്തരം പറയും. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ അപ്പോയിൻമെൻറ്റ് ഡാഷ് 1999. ഏതാ ആൻസർ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സിൻസ്. എല്ലാവർക്കും അറിയുന്നുള്ള, എല്ലാവർക്കും ഉത്തരം കിട്ടുന്ന ചോദ്യവുമാണ്. വർഷത്തിന് മുമ്പ് എന്ത് യൂസ് ചെയ്യണം? സിൻസ് യൂസ് ചെയ്യണമെന്ന് പഠിച്ചു വച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? രണ്ടാമത്തെ ചോദ്യം: ഹി റോട്ട് ദ ലെറ്റർ ഡാഷ് റെഡ് ഇങ്ക്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഇൻ റെഡ് ഇങ്ക്. ഇത് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പഠിച്ചു വയ്ക്കുക. ഷേപ്പ്, കളർ, സൈസ് എന്നിവ സൂചിപ്പിക്കാൻ എന്ത് യൂസ് ചെയ്യും? ഇന്ന് ഉപയോഗിക്കും. ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ്? ഷേപ്പ്, കളറ്, സൈസ് എന്നിവ സൂചിപ്പിക്കാൻ എന്ത് യൂസ് ചെയ്യും? ഇന്ന് യൂസ് ചെയ്യുമെന്ന് പഠിച്ചു വയ്ക്കുക. മൂന്നാമത്തെ ചോദ്യം: ഐ സാ ഡാഷ് വൺ ഐഡ് മാൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം, എ വൺ ഐഡ് മാൻ. അപ്പോൾ വൺ ഐഡ് മാൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ വൺ എന്നാണ്. വൺ. ഓക്കെ, വൺ, വ, ഇൻ. അത് കോൺസണൻ്റായ എ വരും. ക്ലിയർ ആണോ? ഓർത്ത് വയ്ക്കുക. ഏതാണ്? എ വൺ ഐഡ് മാൻ. ക്ലിയർ ആണോ? അടുത്ത് നാലാമത്തെ ചോദ്യം: ദ ചീഫ് മിനിസ്റ്റർ ആസ് വെൽ ആസ് 2 other മിനിസ്റ്റേഴ്സ് ഡാഷ് വിസിറ്റിംഗ് ദ പ്ലേസ് ടുഡേ. അപ്പോൾ ഇവിടുത്തെ പ്രയോഗം എന്ന് പറയുന്ന അസ്വല്ലസ് ആണ്. അപ്പോൾ അസ്വല്ലസിൻ്റെ ഡൗട്ട് വരുന്നത് അസ്വല്ലസിൻ്റെ മുമ്പാണോ പുറകിലാണോ എന്ന് ഡൗട്ട് വരും. ഇപ്പോൾ പ്രധാനമായിട്ട് ഓർത്ത് വയ്ക്കേണ്ടത് അസ്വല്ലസിന് മുമ്പ് ഏത് ആണ് വരുന്നത്? പ്ലൂറൽ സബ്ജക്റ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റ് ആണോ എന്ന് നോക്കുക. അതനുസരിച്ച് വേണം എന്ത് യൂസ് ചെയ്യാൻ? വെർബ് യൂസ് ചെയ്യാൻ. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ അസ്വല്ലസിന് മുമ്പ് ഏതാ വന്നിരിക്കുന്നത്? ദ ചീഫ് മിനിസ്റ്റർ. ദി ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളാണ് ദി ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയാണ് ചീഫ് മിനിസ്റ്റർ. ഓക്കെ, അപ്പോൾ ദ അസ്വല്ലസിന് എന്ത് വന്നു? ദ ചീഫ് മിനിസ്റ്റർ എന്ന സിംഗുലർ സബ്ജക്റ്റ്. അപ്പോൾ എന്ത് യൂസ് ചെയ്യണം? വെർബ് എന്തായിരിക്കണം? സിംഗുലർ വെർബായിരിക്കണം. ക്ലിയർ ആണോ? ഓർത്ത് വയ്ക്കുക. എന്താണ്? സിംഗുലർ വെർബ് ആയിരിക്കണം. അപ്പോൾ ഏതാ വരുന്നത്? ഈസ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഈസ്. ക്ലിയർ ആണോ? 2 other മിനിസ്റ്റർ ഈസ് വിസിറ്റിംഗ് ദ പ്ലേസ്. അപ്പോൾ ആസ് വെൽ ആസിന് മുമ്പ്, മറന്നു പോകരുത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം: ഹിസ് സിംഗിങ് ഡാഷ് അഡ്മിറേഷൻ ഫ്രം ദി പബ്ലിക്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഇവോക്ഡ്. അപ്പോൾ ഇവോക്ഡിൻ്റെ അർത്ഥം എന്താണ്? ഉണർത്തുക എന്നാണ് അർത്ഥം. അവൻ്റെ പാട്ട് എന്താണ്? പബ്ലിക്കിനെ ഉണർത്തി. ക്ലിയർ ആണോ? അടുത്ത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ളത് നോക്കാം. ഇൻവോക്ഡിൻ്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥിക്കുക. ഇൻവോക്ഡ് അർത്ഥം എന്താണ്? പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക എന്നർത്ഥം ഇൻവോക്ഡ്. അപ്പോൾ റിവോക്ഡിൻ്റെ അർത്ഥം പിൻവലിക്കുക. ഓക്കെ, റിവോക്ഡിൻ്റെ അർത്ഥം എന്താണ്? പിൻവലിക്കുക. അപ്പോൾ പ്രൊവോക്ഡിൻ്റെ അർത്ഥമാണ് പ്രൊവോക്ഡ് എന്ന് പറഞ്ഞാൽ പ്രകോപിപ്പിക്കുക. ക്ലിയർ? അടുത്ത് ആറാമത്തെ ചോദ്യം: ഇഫ് യു വാണ്ട് ടു ടെലഫോൺ ഹിം യു വിൽ ഹാവ് ടു ഡാഷ് ദ നമ്പർ ഇൻ ദി ടെലഫോൺ ഡിക്ഷണറി. ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് യു വാണ്ട് ടു ടെലഫോൺ ഹിം, നിനക്ക് അവനെ ഫോൺ ചെയ്യണമെങ്കിൽ യു വിൽ ഹാവ് ടു ഡാഷ് ദ നമ്പർ ഇൻ ദി ടെലഫോൺ ഡിക്ഷണറി. ടെലഫോൺ ഡിക്ഷണറിയിൽ എന്ത് ചെയ്യണം? നമ്മൾ
സെർച്ച് ചെയ്യണം. അപ്പോൾ സെർച്ച് ചെയ്യണം എന്നർത്ഥം വരുന്ന ഫ്രേസൽ വെർബാണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഏത് ഫ്രേസൽ വെർബാണ് സെർച്ച് എന്നർത്ഥം വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ലുക്കപ്പ്. ലുക്കപ്പിൻ്റെ അർത്ഥം എന്താണ്? സെർച്ച്. ഓക്കെ, അപ്പോൾ ലുക്ക് അറ്റ് എന്ന് പറഞ്ഞാൽ ലുക്ക് അറ്റ് വാച്ച് ഡയറക്റ്റ്ലി, എന്താ നേരിട്ട് നോക്കുക. ലുക്ക് അറ്റ് വാച്ച് ഡയറക്റ്റ്ലി. ക്ലിയർ? ലുക്ക് ടുവിൻ്റെ അർത്ഥം ലുക്ക് ടു എന്ന് പറഞ്ഞാൽ ടു ഹോപ്പ് ടു ഗെറ്റ് ഹെൽപ്പ്, ഒരു സഹായം കിട്ടുമെന്ന പ്രത്യാശിക്കുക. അടുത്ത ലുക്ക് ത്രൂവിൻ്റെ അർത്ഥം ലുക്ക് ത്രൂ. ടു റീഡ് സംതിങ് എന്താണ്? ക്വിക്ക്ലി, എന്തെങ്കിലും പെട്ടെന്ന് വായിക്കുക. ക്വിക്ക്ലി, ടു റീഡ് സംതിങ് ക്വിക്ക്ലി, ലുക്ക് ത്രൂ. അടുത്ത 7ാമത്തെ ചോദ്യം. We cannot publicly judge a case that is dash. ഇപ്പോൾ ഓപ്ഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതെന്താണ്? ഫോറിൻ വേർഡാണ് കണ്ടെത്തേണ്ടത്. We cannot publicly judge a case that is സബ്ജുഡീസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സബ്ജുഡീസ്. സബ്ജുഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോടതിയുടെ അല്ലെങ്കിൽ ജഡ്ജിയുടെ പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? പബ്ലിക്കിൽ അഭിപ്രായം പറയാൻ കഴിയില്ല. അപ്പം അതെന്താവും? സബ്ജുഡീസ് ആവും. എന്ന് പറഞ്ഞാൽ എന്താവും? കോടതി അലക്ഷ്യമാവും. ക്ലിയർ ആണോ? ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓരോന്നിൻ്റെ അർത്ഥം നോക്കാം. ലോക്കസ് സ്റ്റാൻഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കസ് സ്റ്റാൻഡി ടു റൈറ്റ് ടു ഇൻ്റർഫിയർ എന്ന് പറഞ്ഞാൽ ഇടപെടാനുള്ള അവകാശം. ഓക്കെ, അടുത്ത ഇൻ ടു ടു എന്ന് പറഞ്ഞാൽ ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ടു എന്ന് പറഞ്ഞാൽ എൻറ്റേർലി എന്ന് വെച്ചാൽ പൂർണ്ണമായി. അടുത്ത നോട്ടാ ബെനെ എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് വെൽ, സുഖമില്ല. ഓക്കെ, അടുത്ത 8ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് വെരി ലാർജ്ലി റെസ്പോൺസിബിൾ ഫോർ അവർ സ്ലോ പ്രോഗ്രസ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ആണ് ഉത്തരം. റെഡ് ടേപ്പിസം എന്ന് പറഞ്ഞാൽ എന്താ? റെഡ് ടേപ്പിസം ചുവപ്പ് നാട കുരുങ്ങി കിടക്കുന്നു എന്നൊക്കെ പറയില്ലേ? എന്തെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ അനാസ്ഥ കൊണ്ട് ചുവപ്പ് നാടയിൽ കുരുങ്ങി കിടക്കുന്നു. റെഡ് ടേപ്പിസം. അപ്പോൾ നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് വരെ നോക്കാം. നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വജനപക്ഷപാതം. അടുത്ത ഹെഡോണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനന്ദവാദം. ഓക്കെ, ഹെഡോണിസം. അടുത്ത ഏത്തിസം എന്താണ്? നിരീശ്വരവാദം. ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യം. Maiden speech means dash. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓൺസ് ഫസ്റ്റ് സ്പീച്ച്. എന്താണ് മെയ്ഡൻ സ്പീച്ച് എന്ന് പറഞ്ഞാൽ? ആരുടെയെങ്കിലും എന്താണ്? ആദ്യത്തെ പ്രസംഗം. ഫസ്റ്റ് മെയ്ഡൻ സ്പീച്ച്, ആദ്യത്തെ പ്രസംഗം. ക്ലിയർ? 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇഫ് യുവർ ഫ്രണ്ട് ഹേറ്റ് വുമൻസ് യു വിൽ call him a dash. സ്ത്രീകളെ വെറുക്കുന്ന നിങ്ങളെ കൂട്ടുകാരനെ എന്തു വിളിക്കും? വൺ വേർഡിൽ നിന്നുള്ള ചോദ്യമാണ്. ഓക്കെ, ഇഫ് യുവർ ഫ്രണ്ട് ഹേറ്റ്സ് വുമൺ യു വിൽ കാൾ ഹിം എ മിസോഗൈനിസ്റ്റ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മിസോഗൈനിസ്റ്റ്, സ്ത്രീ വിരോധി. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മിസോഗേമിസ്റ്റ് എന്നാണ്. മിസോഗേമിസ്റ്റ് ഓൺ ഹു ഹേറ്റർ ഓഫ് മാരേജ്, വിവാഹം ഇഷ്ടമില്ലാത്ത ആളിനെ എന്തെന്ന് പറയും? മിസോഗേമിസ്റ്റ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മോണോഗെമി എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റം ഓഫ് ഹാവിങ് ഓൺലി വൺ വൈഫാണ് മോണോഗെമിസ്റ്റ്. ഓക്കെ, ഒരു വൈഫുള്ള ഒരു ഭാര്യയുള്ള ആളിനെയാണ് എന്താണെന്ന് പറയുന്നത്? മിസോഗെമിസ്റ്റ് എന്ന് പറയും. ഓക്കെ, അടുത്ത മിസാന്ത്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മിസാന്ത്രോപ്പ് ഓൺ ഹു ഹേറ്റ് മാൻ കൈൻഡ്, മനുഷ്യനെ ഇഷ്ടപ്പെടാത്ത ആളിനെയാണ് എന്തെന്ന് പറയുന്നത്? മിസാന്ത്രോപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? 11ാമത്തെ ചോദ്യം. ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് എ ബെനവോളന്റ് യു വിൽ കാൾ ഹിം ഡാഷ്. അപ്പം ബെനവോളൻറ്റിൻ്റെ അർത്ഥം, ബെനവോളൻറ്റ് എന്ന് പറയാൻ
ദയാലു എന്നാണ് അർത്ഥം, ബെനവോളൻറ്റ്. ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് ബെനവോളൻറ്റ്, ദയാലു അല്ലാത്ത ആളിനെ നമ്മൾ എന്തു പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, മെയിൽ വോളൻറ്റ്. മെയിൽ വോളൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിൽ വോളൻറ്റ് എന്ന് വെച്ചാൽ ദ്രോഹി എന്നർത്ഥം. ക്ലിയർ ആണോ? അടുത്ത് 12ാമത്തെ ചോദ്യം, ഇഫ് യു ഇൻവൈറ്റഡ് മീ ഐ ഡാഷ്. അപ്പോൾ ഈ ചോദ്യം എന്താണ്? ഇഫ് ക്ലോസിൽ വരുന്ന ചോദ്യമാണ്. എങ്ങനെ മനസ്സിലാക്കാം? ഇഫ് ക്ലോസിൽ ഇഫ് ക്ലോസ് പ്ലസ് V2 വന്നാൽ, ഇഫ് ക്ലോസ് പ്ലസ് V2, ഇഫ് ക്ലോസ് പ്ലസ് V2 ഇൻവൈറ്റഡ് വെർബിൻ്റെ രണ്ടാമത്തെ രൂപം V2 വന്നാൽ, ഓക്കെ, ഇഫ് ക്ലോസിൽ V2 വന്നാൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും? വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1. ഓർത്ത് വയ്ക്കുക, എന്താണ് പറഞ്ഞത് ശ്രദ്ധിക്കുക. ഇഫ് ക്ലോസ് പ്ലസ് V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 വെർബിൻ്റെ ഒന്നാമത്തെ രൂപമായിരിക്കണം. ഓപ്ഷൻ, അപ്പോൾ ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ആണ് ഉത്തരം, വുഡ് കം. അടുത്ത 13ാമത്തെ ചോദ്യം, ബൈ ദ ടൈം വി റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഡാഷ്. ഓക്കെ, അപ്പോൾ ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. എന്താണ് സംഭവം? കഴിഞ്ഞ കാലത്ത് നടന്ന രണ്ട് പ്രവൃത്തികളെ സൂചിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യ പൂർത്തിയായ കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പറയണം. ക്ലിയർ? കാര്യങ്ങൾ ശ്രദ്ധിക്കാം. എന്താ പറഞ്ഞത്? കഴിഞ്ഞ കാലത്ത് നടന്ന രണ്ട് പ്രവൃത്തികളെ സൂചിപ്പിക്കുമ്പോൾ ആദ്യം പൂർത്തിയായ കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പറയുന്നു. ബൈ ദ ടൈം വി റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ആൾറെഡി ലെഫ്റ്റ്. ട്രെയിൻ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നപ്പോൾ എന്താണ്? ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ക്ലിയർ? അടുത്ത 14ാമത്തെ ചോദ്യം, ഹി വാസ് സോ ഇൽ ഡാഷ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ദാറ്റ് ഹി കുഡ് നോട്ട് ഈവൻ വാക്ക്. ഇപ്പോൾ ഇവിടെ വാസ് എന്ന പാസ്റ്റ് ടെൻസ് വന്നതിനാൽ എന്ത് ചെയ്യുക? നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ പാസ്റ്റ് വരുന്ന ഏത് നോക്കുക, അതെടുത്തിട്ട് എഴുതുക. അപ്പോൾ ക്യാൻ്റെ പാസ്റ്റ് ഏതാണ്? കുഡാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത് 15ാമത്തെ ചോദ്യം, ദ റോങ്ലി സ്പെൽഡ് വേർഡ് ഈസ് ഡാഷ്. അപ്പോൾ ഏതാണ് റോങ്ലി സ്പെൽഡ് വേർഡ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ വേക്കൻസി എന്ന് എഴുതിക്കുന്നതാണ് തെറ്റ്. വേക്കൻസിയുടെ സ്പെല്ലിംഗ് ഏതാണ്? വേക്കൻസി VACANCY. വേക്കൻസിയുടെ സ്പെല്ലിംഗ് VACANCY ആണ് വേക്കൻസിയുടെ സ്പെല്ലിംഗ്. 16ാമത്തെ ചോദ്യം, ഇൻവാല്യുബിൾ മീൻസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വെരി വാല്യുബിൾ. ഇൻവാല്യുബിൾ എന്താണ്? വെരി വാല്യുബിൾ. വെരി വാല്യുബിൾ എന്ന് പറഞ്ഞാൽ അമൂല്യമായത് എന്നർത്ഥം. ഓക്കെ. അടുത്ത 17ാമത്തെ ചോദ്യം, വെൻ എ പേഴ്സൺ fall from prosperity he is in dash. When a person fall from prosperity അർത്ഥം എന്താണ്? സമൃദ്ധി. സമൃദ്ധിയിൽ നിന്ന് താഴെ വീഴുന്ന ആളിനെ എന്ത് പറയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? അഡ്വേഴ്സിറ്റി. ആ സമൃദ്ധിയിൽ നിന്ന് താഴെ വീഴുന്ന ആൾ ഏത് നിലയിലായിരിക്കും? അഡ്വേഴ്സിറ്റി. ഓപ്ഷൻ സി ആണ് ഉത്തരം, അഡ്വേഴ്സിറ്റി. ക്ലിയർ ആണോ? പ്രതികൂലത. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. സെറൻഡിപ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറൻഡിപ്റ്റി യാദൃച്ഛികത എന്നാണ് അർത്ഥം. ഓക്കെ, ഏതാണ്? യാദൃച്ഛികത. ഓഡാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഓഡാസിറ്റി ധൈര്യം. ഏതാണ്? ധൈര്യം. സ്റ്റുപ്പിഡിറ്റി എന്ന് പറഞ്ഞാൽ മണ്ടത്തരം അല്ലെങ്കിൽ വിവേകത്വം. എന്താണ്? വിവേകശൂന്യം. വിവേകത്വമല്ല, വിവേകശൂന്യം. അടുത്ത 18ാമത്തെ ചോദ്യം, when a person's joke are indecent we called them dash.
വെൻ എ പേഴ്സൺ ജോക്സ്, തമാശ എന്ത് ഇൻഡീസൻ്റ് ആയാൽ, മോശമായാൽ എന്ത് പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റ വാക്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒബ്സീൻ, OBSCEN. ഒബ്സീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അശ്ലീലമായത് എന്നർത്ഥം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒബ്വേർഡ്സ്, ഒബ്വേർഡ്സിൻ്റെ അർത്ഥമാണ്. ഒബ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ, ഒബ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ എതിർവശത്ത് എന്നർത്ഥം. ഒബ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എതിർവശത്ത്. ഒബ്സീസ്, ഒബ്സി എന്ന് പറഞ്ഞാൽ ഒബ്സി പൊണ്ണത്തടി എന്നർത്ഥം. ഒബ്സി പൊണ്ണത്തടി. അടുത്ത ഒബ്ക്യൂർ, ഒബ്ക്യൂറിൻ്റെ അർത്ഥം എന്താണ്? അവ്യക്തമാണ്. ക്ലിയർ. അടുത്ത ചോദ്യം, 19ാമത്തെ ചോദ്യം. ഐ ഡാഷ് മൈ അങ്കിൾസ് ഹൗസ് ഇൻ ദോസ് ഡേയ്സ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. യൂസ്ഡ് ടു വിസിറ്റ്, മുൻപ് ചെയ്യുമായിരുന്ന ഒരു കാര്യം ഇപ്പോൾ ചെയ്യാറില്ല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ക്ലിയർ ആണോ? യൂസ് ടു എന്താണ്? മുമ്പ് ചെയ്യുമായിരുന്ന ഒരു കാര്യം ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. പാസ്റ്റ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയാണ്, ഇപ്പോൾ ചെയ്യുന്നില്ല. ക്ലിയർ. അടുത്ത 20ാമത്തെ ചോദ്യം. ഐ ഡാഷ് ഇൻ വെസ്റ്റേൺ മ്യൂസിക്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ വെസ്റ്റേൺ മ്യൂസിക്. അപ്പോൾ ഓർത്ത് വയ്ക്കാൻ വേണ്ടി തോട്ട്സ്, ഫീലിങ്സ്, ഒപ്പീനിയൻസ്, ബിലീഫ്സ് തുടങ്ങിയവ പ്രകടിപ്പിക്കാൻ എന്ത് യൂസ് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. ക്ലിയർ ആണോ? ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ വെസ്റ്റേൺ മ്യൂസിക് ആണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ക്ലിയർ ആണോ? അടുത്ത 21ാമത്തെ ചോദ്യം. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഡാഷ് ബിക്കമിങ് റെയർ ദീസ് ഡേയ്സ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആർ. എന്താണ്? മുമ്പുണ്ടായിരുന്ന അത്രയും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴില്ല എന്ന് കാണിക്കാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? എന്താണ്? മുമ്പുണ്ടായിരുന്ന അത്രയും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഡാഷ് ബിക്കമിങ് റെയർ ദീസ് ഡേയ്സ്. മുമ്പുണ്ടായിരുന്ന അത്രയും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, എന്താ ജോലി സാധ്യത ഇപ്പോൾ എന്താണ്? ഇല്ല എന്ന് കാണിക്കാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? അടുത്ത 22ാമത്തെ ചോദ്യം. കൗസ് ഡാഷ് ഗ്രാസ്. ഓക്കെ, ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഈറ്റ്. എന്തുകൊണ്ട് ഈറ്റ് വന്നു? കൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലൂറലാണ്. പ്ലൂറൽ വന്നാൽ എന്താണ്? എന്താണ് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് വന്നാൽ എന്ത് യൂസ് ചെയ്യണം? പ്ലൂറൽ വെർബ് തന്നെ യൂസ് ചെയ്യണം. ക്ലിയർ ആണോ? പ്ലൂറൽ സബ്ജക്റ്റ് വന്നാൽ എന്ത് യൂസ് ചെയ്യണം? സിംഗുലർ സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റ് വന്നാൽ പ്ലൂറൽ സബ്ജക്റ്റ് തന്നെ യൂസ് ചെയ്യണം. ക്ലിയർ ആണോ? കൗസ് ആണ് വന്നിരിക്കുന്നത്, കൗ അല്ല വന്നിരിക്കുന്നത്, കൗസ് ആണ്. പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ് തന്നെ യൂസ് ചെയ്യണം. ക്ലിയർ ആണോ? മാറിപ്പോരുത്. അടുത്ത, ഹീ ഈസ് മൈ ഡാഷ് ബ്രദർ. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. എൽഡർ ബ്രദർ. ഹീ ഈസ് മൈ എൽഡർ ബ്രദർ. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ, 2 സഹോദരന്മാരെ കുറിച്ച് പറയുമ്പോൾ എന്ത് യൂസ് ചെയ്യും? എൽഡർ യൂസ് ചെയ്യും. അപ്പോൾ ഓൾഡർ എവിടെ യൂസ് ചെയ്യുന്നത്? ഓൾഡർ കമ്പാരിറ്റീവായി ഉപയോഗിക്കാനാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഓൾഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പാരിറ്റീവാണ് യൂസ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഓൾഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഹീ ഈസ് ഓൾഡർ ദാൻ മീ. ക്ലിയർ. അടുത്ത ചോദ്യം, 24ാമത്തെ ചോദ്യം. ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ബിലോ ഈസ് ഡാഷ്. വാക്വത്തിൻ്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. VACUUM, വാക്വം. ക്ലിയർ. അടുത്ത് 25ാമത്തെ ചോദ്യം. നോബഡി ഫോണ്ട് വൈൽ ഐ വാസ് എവേ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, എന്താണ്? ടാഗ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ടാഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്ത് മനസ്സിലാവും? നോബഡി വന്നു. നോബഡി വന്നാൽ എന്ത് ചെയ്യണം? നോബഡി നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഏതൊക്കെ കളയാം? ഇത് കളഞ്ഞു, ഇതും കളഞ്ഞു. ഇനി 2 എണ്ണമാണുള്ളത്. ഓക്കെ, ഇപ്പോൾ വേറൊരു കാര്യം കൂടെ പഠിച്ചു വച്ചിരിക്കുക. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നോ വൺ. ഒന്നാമത് നോ വൺ, നോബഡി, എനിവൺ, എനിബഡി, സംവൺ, സംബഡി, നൈദർ,
എയ്തർ എന്നിവയിൽ ആരംഭിക്കുന്ന സെൻറ്റൻസിൽ ടാഗിൽ എപ്പോഴും ദേ എന്ന പ്രോണൗൺ ഉപയോഗിക്കണം. മറന്നു പോകരുത്. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോളാം. നോ വൺ, നോബഡി, എനിവൺ, എനിബഡി, സംവൺ, സംബഡി, നെയ്തർ, എയ്തർ എന്നിവയിൽ ആരംഭിക്കുന്ന സെൻറ്റൻസിൻ്റെ ടാഗിൽ എപ്പോഴും ദേ എന്ന പ്രോണൗൺ ഉപയോഗിക്കണം. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നാലും നമുക്ക് എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ ടാഗ് കിട്ടിയാൽ നമ്മൾ നോക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ കിട്ടിയ എന്താണ് ആദ്യം നോക്കേണ്ടത്? പോസിറ്റീവാണോ നെഗറ്റീവാണെന്ന് നോക്കാം. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് എഴുതണം, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് എഴുതണം. അടുത്ത മെയിൻ വെർബ് ഉണ്ടോ എന്ന് നോക്കുക, ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ മെയിൻ വെർബിനെ പിരിക്കണം. ഇവിടുത്തെ മെയിൻ വെർബ് ഏതാണ്? ഫോണ്ടാണ്. ഫോണ്ട്. ഓക്കെ, ഫോണിൻ്റെ പിരിക്കാം. ഫോണിൻ്റെ എങ്ങനെ പിരിക്കുന്നത്? ഡിഡ് പ്ലസ് ഫോണാണ് എന്താണ് ഫോണ്ട്. ഡിഡ് പ്ലസ് ഫോൺ, ഡിഡ് പ്ലസ് ഫോണാണ് ഫോണ്ട്. ക്ലിയർ? അപ്പോൾ എന്താണ്? ഡിഡ് ദേ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഡിഡ് ദേ. അടുത്ത 26ാമത്തെ ചോദ്യം. ദ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഫ്രഷ് ഈസ്. ഫ്രഷ്, ഫ്രഷിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ്. ഫ്രഷ് എന്ന് ശുദ്ധമായത്, എന്താണ് പുതിയത്, ഫ്രഷ് എന്ന അർത്ഥം. എന്താ ഫ്രഷ് ഫ്രൂട്ട്സ് എന്ന് പറയില്ലേ. ഓക്കെ, അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്റ്റെയിൽ, പഴകിയത്. ഫ്രഷ് പുതിയത്, സ്റ്റെയിൽ എന്താണ്? പഴകിയത്. അപ്പോൾ നമുക്ക് ഓരോന്നേരം നോക്കാം. അൺയൂസ്ഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അൺയൂസ്ഡ്, യൂസ്ഡ്. അൺയൂസ്ഡ് ഓപ്പോസിറ്റ് യൂസ്ഡ്. അടുത്ത വിഗറസിൻ്റെ ഓപ്പോസിറ്റ്. വിഗറസ്, ഫീബിൾ. വിഗറസിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫീബിൾ. ഓർത്ത് വയ്ക്കുക, വിഗറസിൻ്റെ ഓപ്പോസിറ്റ് ഫീബിൾ. അടുത്ത റീസെൻറ്റിൻ്റെ ഓപ്പോസിറ്റ്. റീസെൻറ്റിൻ്റെ ഏറ്റവും പുതിയത്, ഓൾഡ്. റീസെൻറ്റ് ഓപ്പോസിറ്റ് ഓൾഡ്. അടുത്ത 27ാമത്തെ ചോദ്യം. സ്പിൻസ്റ്റർ മീൻസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അൺമാരീഡ് വുമൺ. വിവാഹം കഴിക്കാത്ത സ്ത്രീയാണെന്ന് പറയുന്നത് എന്താണ്? സ്പിൻസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വിഡോ എന്ന് പറഞ്ഞാൽ, വിഡോ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച സ്ത്രീയാണെന്ന് പറയുന്നത് വിഡോ എന്ന് പറയുന്നത്. ഓക്കെ, ഓർഫൺ എന്ന് പറഞ്ഞാൽ ഓർഫൺ, അനാഥന്, ആരുമില്ലാത്ത ആളുടെയാണ് എന്ത് പറയുന്നത്? ഓർഫൺ എന്ന് പറയുന്നത്. അപ്പം മെയ്ഡ് എന്ന് പറഞ്ഞാൽ മെയ്ഡ്. അൺമാരീഡ് ഗേൾ, വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയാണെന്ന് പറയുന്നത് മെയ്ഡ് എന്ന് പറയുന്നത്. ഇവിടെ സ്ത്രീ, ഇവിടെ പെൺകുട്ടി. ഓക്കെ, അടുത്ത 28ാമത്തെ ചോദ്യം. ദ പ്രൈം മിനിസ്റ്റർ കാൾഡ് ഡാഷ് ദ പ്രസിഡൻറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ ഫ്രേസൽ വെർബാണ്. കാൾഡ്, ഈ ചോദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞ ചോദ്യമാണ്. കഴിഞ്ഞ പാർട്ടിൽ 5ാമത്തെ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ ഒരു ചോദ്യം കൂടാണ്. ഓക്കെ, ആൻസർ കിട്ടി കാണും. ഏതാ വരുന്നത്? കാൾഡ്, പറഞ്ഞോളൂ. കാൾഡോൺ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കാൾഡോണിൻ്റെ അർത്ഥം എന്താണ്? വിസിറ്റ് എ പേഴ്സൺ. അപ്പോൾ കാളറ്റ് നമ്മൾ പഠിച്ചു. കാളറ്റ് വിസിറ്റ് എ പ്ലേസ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കാളപ്പ് എന്താണ്? റീകളക്റ്റ്. ഓക്കെ, അടുത്ത 29ാമത്തെ ചോദ്യം. കലാമിറ്റി മീൻസ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഡിസാസ്റ്റർ. കലാമിറ്റി മീൻസ് ഡിസാസ്റ്റർ. ഇപ്പോൾ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ അപായം. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ അപായം. ക്ലിയർ? അടുത്ത ലെയിംനെസ് എന്ന് വെച്ചാൽ മുടന്തൻ. ലെയിംനെസ് എന്ന് പറഞ്ഞാൽ മുടന്തൻ. 30ാമത്തെ ചോദ്യം. ദ വേർഡ് അഡ്വൈസ് ഈസ് എ ഡാഷ്. ADVIC ആണ് അഡ്വൈസ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നാമം. അഡ്വൈസ്, ADVIC അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദേശം എന്നാണ് അർത്ഥം. ക്ലിയർ ആണോ? എന്നാൽ ADVISC ആണെങ്കിലോ? SC വെർബാണ്. ഓക്കെ, ADVISC എന്ന് പറയുന്ന വെർബാണ്. അത് ഉപദേശിക്കുക. ക്ലിയർ? അടുത്ത 31ാമത്തെ ചോദ്യം. ഇന്ത്യ ഡാഷ് ഹെർ ഇൻഡിപെൻഡൻസ് ഇൻ 1947. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വോൺ. പാസ്റ്റിലെ കൃത്യമായ സമയം സൂചിപ്പിക്കുന്നതിനാൽ എന്ത് യൂസ് ചെയ്യണം? സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യണമെന്ന് പഠിച്ചു വയ്ക്കുക. ഇവിടെ വർഷം കൂടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ്. ഓക്കെ, അടുത്ത 32ാം ചോദ്യം. ഓൾ ഹിസ് മണി ഡാഷ് സ്പെൻഡ് ഓൺ ദി ഹൗസ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വാസ്. മണി എന്നത് എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്. ആയതിനാൽ മണിയോടൊപ്പം എന്ത്? സിംഗുലർ വെർബായ
ഈസ്, വാസ് തുടങ്ങിയവ ഉപയോഗിക്കുന്നു. ക്ലിയർ? ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ട് വാസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? വാസ് യൂസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? അടുത്ത 33ാമത്തെ ചോദ്യം. ഇഫ് ഹി ഹാഡ് ചലഞ്ചഡ് മീ ഐ ഡാഷ് ഹിം എ ലെസൺ. വീണ്ടും എന്ത് വന്നു? ഇഫ് ക്ലോസിലെ സെൻറ്റൻസ് വന്നു. ഇഫ് ക്ലോസ് നമ്മൾ നേരത്തെ പഠിച്ചു. ഇഫ് ക്ലോസ് ഇവിടെ എന്താണ്? ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ എന്താണ് വ്യത്യാസം? ഇഫ് ക്ലോസ് പ്ലസ് ഹാഡ് പ്ലസ് V3 വെർബിൻ്റെ മൂന്നാമത്തെ രൂപം. ഇഫ് ക്ലോസ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസ് എന്ത് വരും? വുഡ് ഹാവ് പ്ലസ് വുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് ഓർ കുഡ് ഹാവ് പ്ലസ് എന്താണ്? V3. ഒന്നുകൂടെ, ഇഫ് ക്ലോസ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ എന്താണ്? വുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് ഓർ കുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. അപ്പോൾ ഏതാ ആൻസർ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. വുഡ് ഹാവ് ടോട്ട്. ക്ലിയർ? അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യം. പ്ലീസ് കം ഇൻ ഈസ് എ ഓർ ആൻ ഡാഷ് സെൻറ്റൻസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇംപെറേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഇംഗ്ലീഷിൽ പ്രധാനമായിട്ട് 4 ടൈപ്പ് സെൻറ്റൻസ് ആണുള്ളത്. എന്തൊക്കെയാണ്? ഇംപെറേറ്റീവ് സെൻറ്റൻസ്, അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ്, മൂന്നാമത്തത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, നാലാമത്തത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അപ്പോൾ ഒന്നും കൂടി, ഇപ്പോൾ നമ്മൾ എവിടെ പഠിച്ചത്? പ്ലീസ് കം ഇൻ എന്ന് പറയുന്നത് ഇംപെറേറ്റീവ് സെൻറ്റൻസ് ആണ്. അതായത് ആജ്ഞ, പ്ലീസ് കം ഇൻ, കയറി വരൂ എന്ന് പറയുന്നത് ആജ്ഞ. പ്ലീസ് കം ഇൻ, ആജ്ഞയല്ല, പ്ലീസ് കം ഇൻ, കയറി വരൂ എന്ന് പറയുന്ന അപേക്ഷയാണ്. പ്ലീസ് കം ഇൻ. ഓക്കെ. അപ്പോൾ ആജ്ഞ, അപേക്ഷ, അനുവാദം, ആശംസ, ആഗ്രഹം എന്നിവ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഇംപെറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അടുത്ത് അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ്, അതായത് പ്രസ്താവനാവാക്യം എന്ന് പറയും. എന്താണ്? ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്, ഒരു പ്രസ്താവന. ഐ ആം പ്ലേയിങ്, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. അതെന്ത് സെൻറ്റൻസ് ആണ്? അസർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ആണ്. അടുത്ത ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. എന്താണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ ചോദ്യവാക്യം. വാട്ട് ഈസ് യുവർ നെയിം, ഹു ആർ യു, ഇതെല്ലാം എന്താണ്? ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതെന്തുണ്ടാവും? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. അടുത്ത എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, നാലാമത്തതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എന്താണ് എക്സ്ക്ലമേറ്ററി? ആശ്ചര്യവാക്യം. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, ആശ്ചര്യം, ഹൗ ബ്യൂട്ടിഫുൾ, എത്ര മനോഹരമാണ്. ഓക്കെ. അപ്പോൾ എന്താണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അടുത്ത 35ാമത്തെ ചോദ്യം. പോട്ട ഈസ് എ ഓർ ആൻ ഡാഷ്. ഏത് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അക്രോണിയം. അക്രോണിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോട്ടയുടെ ഫുൾ ഫോം എന്താ? പോട്ട എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്. ടെററിസം ആക്ട് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് എന്ത്? പോട്ട എന്ന് പറയുന്നത്. അപ്പോൾ അത് വ്യക്തമായിട്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്? ഒരു പദസഞ്ചയത്തിൻ്റെ പദങ്ങളുടെ ആദ്യ അക്ഷരങ്ങളുടെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന പദമാണ് എന്തെന്ന് പറയുന്നത്? ആക്രോണിയം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു വലിയ വാക്കാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് എന്തുണ്ടാക്കും? ഒരു ചെറിയൊരു വാക്കുണ്ടാക്കും. പോട്ട. പോട്ട എന്ന് പറയുന്ന പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് ആണ് പോട്ട എന്ന് പറയുന്നത്. ഓക്കെ. ആൻറ്റോണിയം എന്ന് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. സിനോണിയം എന്ന് പറഞ്ഞാൽ ഇതാണ്, സെയിം മീനിങ്. ക്ലിയർ? 36ാമത്തെ ചോദ്യം. നെയ്തർ ദ സോൾജർ നോർ ദെയർ കമാൻഡർ ഡാഷ് ടു ബി ബ്ലെയിംഡ്. ക്ലിയർ? അപ്പോൾ ഇവിടെ വരുന്ന ഏത് പ്രയോഗമാണ്? നെയ്തർ നോർ. നെയ്തർ നോറിൻ്റെ പ്രയോഗമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോറിന് ശേഷം, ഏതാ? നോറിന് ശേഷം ഏത് വരുന്നു അതനുസരിച്ചാണ് എന്ത് യൂസ് ചെയ്യേണ്ടത്? വെർബ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നോറിന് ശേഷം എന്താണ്? ദെയർ കമാൻഡർ. കമാൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളാണ്. ദെയർ കമാൻഡർ ഒരാളാണ്. അപ്പോൾ നോറിന് ശേഷം സിംഗുലർ ആണെങ്കിൽ എന്താണ്? സിംഗുലർ വെർബ് യൂസ് ചെയ്യണം.
അപ്പോൾ ഇവിടെ എന്താണ് their commander എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ എന്ത് യൂസ് ചെയ്യണം? സിംഗുലർ യൂസ് ചെയ്യണം. ഓപ്ഷൻ സിംഗുലർ വെർബ് ഓപ്ഷൻ എ ആണ് ഉത്തരം. ഈസ്. ക്ലിയർ. 37ാമത്തെ ചോദ്യം. The speaker adjourned the house dash. വീണ്ടും എന്ത് വന്നു? ഫോറിൻ വേർഡ് വന്നു. The speaker adjourned the house dash. ഓപ്ഷൻ എ ആണ് ഉത്തരം. സൈൻ ഡേ. സൈൻ ഡേ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ഡെഫിനിറ്റ് ഡേറ്റ്, ഒരു ഡേറ്റും പ്രഖ്യാപിക്കാതെ എന്ത് അഡ്ജോയിൻ ചെയ്തു, പിരിച്ചുവിട്ടു, സഭ പിരിച്ചുവിട്ടു. സ്പീക്കർ നിങ്ങൾ സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് വാർത്തയൊക്കെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താണ് ലോക്സഭ അഡ്ജോയിൻഡ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷ് പത്രമൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ അതറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ബോണഫൈഡ് ബോണഫൈഡിൻ്റെ അർത്ഥം എന്താണ്? ഫോറിൻ വേർഡാണ് ബോണഫൈഡ്. ഗുഡ് ഫെയ്ത്ത്, നല്ല വിശ്വാസത്തോടെ, ഗുഡ് ഫെയ്ത്ത്. ഇൻ ക്യാമറ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇൻ ക്യാമറ പ്രൈവറ്റ്. ഓക്കെ, സ്വകാര്യമായി. അടുത്ത 38ാമത്തെ ചോദ്യം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ ഡാഷ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. റൈസ്. ഇതൊരു എന്താണ്? പഴഞ്ചൊല്ലാണ്. ഒരിക്കലും പഴഞ്ചൊല്ലിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. എന്തൊക്കെ സംഭവിച്ചാലും എന്താണ്? പഴഞ്ചൊല്ലിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇന്ത്യയിലായിരുന്നാലും അമേരിക്കയിലായിരുന്നാലും പഴഞ്ചൊല്ലിന് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. ഒരേ ഇത് തന്നെ ആയിരിക്കും. ക്ലിയർ ആണോ? ഓർത്ത് വയ്ക്കുക. അടുത്ത 39ാമത്തെ ചോദ്യം. ഓൺ ഡേ യു വിൽ റെപ്പൻറ്റ് ഡാഷ് യുവർ സിൻസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓഫ്. റെപ്പൻറ്റ് ഓഫ്. 40ാമത്തെ ചോദ്യം. The nation was shocked dash news of Gandhiji's assassination. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബൈ. ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ഭാഗത്തിൽ വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.